Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി ഇനി തിരിച്ചറിവുകളുടെ ലോകത്തേക്ക്, എനിക്കിനി നിന്റെ കൂടെയുള്ള ജീവിതം മാത്രം മതി. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കാർഡ് കാണാണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ മുകളിൽ ഒരു 3 കാർഡ്സ് ഉണ്ട്. അതൊരു ഓവറോൾ എനർജി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവസാനം എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എനർജിനെ നോക്കുകയാണെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫേസ് എൻറ്റാഞ്ചിൽമെന്റ് ആണ്, ഇമോഷണൽ ഇൻഫ്ലുവൻസ് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ പരമായിട്ട് വളരെയധികം ഈ വ്യക്തിയെ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഓക്കെ, അപ്പോൾ വേട്ടയാടുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ പേഴ്സൺ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത്. അതായത് വളരെ സത്യസന്ധമായിട്ട് ഈ പേഴ്സൺ നിൽക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നാക്രമണം പോലെ, അതായത് നമ്മൾ പ്രത്യേകിച്ച് പെർമിഷൻ കൊടുത്തിട്ടൊന്നുമല്ല, ഒരു കടന്നാക്രമണം പോലെ കടന്നു കയറുക എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറ്റാൻ നമുക്ക് ആ വ്യക്തിനോട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാതിലടച്ചു കളയും, കൊട്ടിയടക്കും അല്ലേ. പക്ഷെ ഇത് കടന്നുകയറ്റമാണ്. അതായത് ആ വ്യക്തിയായിട്ട് ബലം പ്രയോഗിച്ച് നമ്മുടെ വീട്ടിലോട്ട് കയറി വരികയാണ്. ആ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ തന്നെയായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത എന്നൊക്കെ പറയുന്നത് ഏറ്റവും പോസിറ്റീവാണ്. പക്ഷെ അതിൽ വിഷം കലർത്താനാണ് മറ്റു ചിലർ ശ്രമിച്ചിരുന്നത്. ഓക്കെ, അത് മറ്റുള്ളവരുടെ ശ്രമം നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്തു. അതായത് മറ്റുള്ളവരെന്താണോ ഈ പേഴ്സണെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ശത്രുക്കളാക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അല്ലാതെ നമ്മളെപ്പോഴും നന്മയിലേക്ക് നയിക്കാനായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കം ചിലവർ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും ഓരോ കുഴിയിൽ കൊണ്ടുപോയി ചാടിപ്പിക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി തന്നെയാണ്. 100-ൽ 90% അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിരുന്നില്ല. ഇന്നത്തെ ഈ ഒരു കാപട്യ ലോകം, ഇന്നത്തെ ഈ ഒരു കള്ളമായിട്ടുള്ള ലോകത്തെ ഈ വ്യക്തി വിശ്വസിച്ചില്ല. ഈ വ്യക്തിയുടെ അടുത്ത് മറ്റു ചില ആൾക്കാർ വന്നു. അത് കൂട്ടുകാരായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, നിങ്ങളോട് ശത്രുതയുള്ള ആൾക്കാരായിരിക്കാം, അങ്ങനെയും ആകാം. അപ്പോൾ ഈ പേഴ്സണോട് അത് ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണൽ പരമായിട്ടാണ് അത്. ഈ വ്യക്തിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്, വിഷമമുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ എന്താ പറയുക, തെറ്റുകളും മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അപവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് നിങ്ങളിൽ നിന്നും അകറ്റിയെടുത്തിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഹോൾഡിംഗ് ബാക്ക് ആണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഒരുപാട് പാളിച്ചകൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഈ പേഴ്സൺ ഒരു പോരായ്മയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങളാണെങ്കിലും പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ പ്രണയിക്കാൻ അത്രത്തോളം പോരാ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എന്നോട് കുറച്ചും കൂടിയൊക്കെ സ്നേഹം കാണിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്,
നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ ഒരിക്കലും ഈ പേഴ്സന്റെ തെറ്റുകൾ തിരുത്താനോ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പെരുമാറാനോ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോ തെറ്റുകൾ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ തിരുത്തി നമ്മളത് പോസിറ്റീവായിട്ട് ചെയ്ത് മുന്നേറുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ഭാഗത്ത് പല തെറ്റുകൾ ഉണ്ടായിരുന്നു. അത് മറ്റു പലവരുടെയും സാന്നിധ്യം കൊണ്ടും കൂടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സൺ അത് തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ നന്നാവണം എന്ന് വിചാരിക്കാനോ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ നമ്പർ 3 ആണ്. അത് വളരെയധികം ഡിവൈൻ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്, ദ ടവർ മൂവ്മെന്റ്. പക്ഷെ അത് ടവർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതൊരു നെഗറ്റീവായിട്ടാണ് വരാറെങ്കിലും ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു വലിയൊരു കോലാഹലത്തിന് ശേഷം അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് ശേഷം ഒരു ശാന്തതയിലേക്ക് പോകുന്ന ഒരവസ്ഥ. വലിയൊരു ഇടിവെട്ടും പേമാരിക്കും മഴയ്ക്കും ശേഷം ഒരു ശാന്തത രൂപപ്പെടുക, ഒരു ശാന്തതയും ഒരു തണുപ്പും ഒക്കെ രൂപപ്പെടുന്ന ഒരവസ്ഥ. അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അൺപ്ലഗ് ആൻഡ് റിലാക്സ് ഫോർ എ സ്പെൽ എന്നാണ്. അപ്പൊ ഈ പേഴ്സൺ എന്തായാലും യോഗ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ലേഡി ചെയ്യുന്നത് കാണാം, ഇതൊരു യോഗ ശീർഷാസനം അതൊക്കെയാണ്. അപ്പോൾ യോഗ ചെയ്യുന്നത് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും മാർഷൽ ആർട്സ്, യോഗ അല്ലെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ എന്താ പറയാ കളരി ആയിരിക്കാം, കരാട്ടെ ആയിരിക്കാം, അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ ചില പ്രാർത്ഥനകളും അല്ലെങ്കിൽ ചില മരുന്നുകളോ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കൂടുതലും പ്രാർത്ഥനകളായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സണ് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, ഫ്രസ്ട്രേഷൻ, പെട്ടെന്ന് ദേഷ്യപ്പെടാ, അത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസസ്, എന്തെങ്കിലും തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനകളും ഈ പേഴ്സൺ ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് മൊത്തത്തിൽ ഒരു റെസ്റ്റിംഗ് എനർജി. പക്ഷെ ആ റെസ്റ്റിങ്ങിലൂടെ എന്താ പറയാ, നമ്മളിപ്പോ മൊത്തത്തിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരു റെസ്റ്റിംഗ് എനർജിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക്, അതായത് ഫുൾ പവർ ആയിട്ട് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഈ പേഴ്സൺ ഇതിനോടകം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുമായിട്ട് ഉള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ പറ്റിയിട്ടുള്ളത്, പ്രശ്നങ്ങൾ പറ്റാനുള്ള കാരണക്കാരാരാണോ, നെഗറ്റീവായിട്ടുള്ള ശത്രുക്കൾ ആരാണോ, അവരുടെ എല്ലാം സാന്നിധ്യം എല്ലാം ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ പറയാ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പൊക്കോളാം എന്ന് പറയുന്ന ആ ഒരു നിമിഷം, അവിടം തൊട്ടിട്ടാണ് ഈ പേഴ്സന്റെ സമയം മാറി മറിയുന്നത്. ആ ഒരു സമയത്തിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ക്ലോഷർ ആണ്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വഴി അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. അതൊരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ വെച്ചിട്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ചിലപ്പോൾ അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, മോശപ്പെടുത്തിയിട്ടുണ്ടാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും വളരെ പെട്ടെന്ന് ഈ പേഴ്സണോട് ക്ഷമ കാണിച്ചിട്ട് ഓക്കെ ശരി ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരുപക്ഷെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഇനി നല്ലൊരു മനുഷ്യനായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി നീ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, അല്ലാതെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് വീണ്ടും പഴയ സ്വഭാവം എടുത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും നോ കോണ്ടാക്റ്റിലേക്കും ബ്രേക്കപ്പിലേക്കും പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇനി വരികയാണെങ്കിൽ നല്ലൊരു പുരുഷനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയായിട്ട് മാത്രം നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിൽക്കുന്നത്. വളരെ നല്ല കാര്യം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കി നിൽക്കുകയാണ്. അതായത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏസ് ഓഫ് വാട്ടർ ആണ്. ഇവിടെ ഒരുപാട് ഫീലിങ്സ് ആൻഡ് ഇമോഷണൽ പരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എനർജിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ആ ഒരു ഏസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത്രയും ഇമോഷണൽ പരമായിട്ട് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഈ പേഴ്സന്റെ ഇമോഷൻസ് എന്നൊക്കെ പറയണത് അനുസരണയില്ലാതെ കണ്ണുകൾ നിറയാം, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ സ്വന്തം കണ്ണുകൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് വളരെയധികം വിഷമത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഒരുപാട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തന്നെയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അത് ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ അത് അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതാകാം. ഓക്കെ, അതായത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കരഞ്ഞ് കാണിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ലായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഇതിനോടകം മതിയായത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെസ്, 2 വേൾഡ് ആണ്, 2 ഓഫ് സ്ക്രോൾസ് ആണ്. അതായത് ഈ പേഴ്സൺ ഉറപ്പായിട്ടും വിദേശത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആണ്. പക്ഷെ അവിടെ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ജോലിയും വരുമാനവും കാര്യങ്ങളും നല്ലൊരു അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷം എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ കിട്ടുന്നത്. ഈ വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ ഈ പേഴ്സന്റെ പണത്തെ ആയിരിക്കാം ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ കൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്കുണ്ടാകാം. അപ്പൊ ആ ഒരു ബേസിലാണ് മറ്റുള്ളവർ ഈ വ്യക്തിയെ കൂട്ടുകൂടിയിരുന്നത്, നിങ്ങളെ അകറ്റിയതും. പക്ഷെ ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കാനുള്ള ഭക്ഷണം, നല്ലൊരു വീട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വേറെ പലതുമായിരുന്നു. ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ കാളിമാനെയാണ് കിട്ടിയിരിക്കുന്നത്. ഫേസിങ് ഫിയേഴ്സ് ആണ്. ഒരുപാട് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളെയും ഈ വ്യക്തിയെയും കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കാനാണ് കാളിമ പറയുന്നത്. കാരണം കാളി ദേവിയുടെ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള അടയാളങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ പേഴ്സന്റെ കൺമുന്നിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലൊരു മാറ്റത്തിനാണ്, ആ മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാവാനാണ് കാളിമ പറയുന്നത്. വളരെ നല്ല കാര്യം. ചിലപ്പോൾ കാളിമാനെ പ്രാർത്ഥിക്കുന്ന ഭക്തരായിരിക്കാം, വ്രതമൊക്കെ അനുഷ്ഠിച്ച് നിങ്ങൾ ആ ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ ഏഞ്ചൽസും പറയുന്നത് നോ നീഡ് ടു വറി എന്നാണ്. യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഭയം നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഭയത്തെയാണ് പുകച്ച് ചാടിക്കേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് പേടി വന്നു പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കും. ആ പേടി എന്ന് പറയുന്ന കാര്യത്തിനൊക്കെ പേടി, അതുപോലെ ദേഷ്യം, എടുത്തുചാട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ നെഗറ്റീവ് എനർജിയാണ്. അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതും 100 ഇരട്ടിയായിട്ടുള്ള നെഗറ്റീവ് തന്നെ ആയിരിക്കും. അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോ നീഡ് ടു വറിയാണ്. അപ്പൊ പേടി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിച്ചു കൊടുക്കരുത്. 10 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുന്നത് കല്യാണം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം, കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കണം. ആ ഒരു എനർജിയാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നു. എന്തായാലും അതങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ആകട്ടെ. അത് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അത് യാഥാർത്ഥ്യമാകട്ടെ. കാർത്തിക നാള്, ഇമ്മച്ചുവേർഡ്, ഫെബ്രുവരി, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, വിത്തിൻ 1 ഡേ, ഒരു ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയേണ്ട, 24-ാം തീയതി അശ്വതി നാള്, മാനിഫെസ്റ്റേഷൻ, സൺഡേ, പൂയം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.